ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കർത്താൻ പ്രിയ വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. കോട്ടയം ഭദ്രാസനത്തിൽ ഇടയനായിരുന്ന സ്വർഗീയ പരദേശിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന മലങ്കര സഭയുടെ മെത്രാപ്പോളിത്തയായിരുന്ന പരിശുദ്ധനായ പാമ്പാടി മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 9-10 തീയതികളിൽ പാമ്പാടി ദേരിൽ വെച്ച് ഈ പുണ്യവാന്റെ ഓർമ്മ കൊണ്ടാടുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം പാമ്പാടി തിരുമേനി ഗ്രാമീണ ഇടയൻ എന്നതാണല്ലോ. പാമ്പാടി പേടുമറ്റത്ത് വീട്ടിൽ ചാക്കോച്ചന്റെയും വെള്ളക്കോട്ട് വീട്ടിൽ ഇളച്ചിയുടെയും അഞ്ചാമനായി 1885 ഏപ്രിൽ മാസം 5-ാം തീയതി ആ പുണ്യപുരുഷൻ പൂജാതനായി. കുര്യാക്കോസ് എന്ന നാമകരണം ചെയ്തു. കുര്യാച്ചൻ എന്ന ഓമന പേര് എല്ലാവരും വിളിച്ചു. ആ കാലത്ത് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവായിരുന്നു. മടത്തിലാശാൻ എന്ന CV രാമൻപിള്ളയാണ് കുര്യാച്ചന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയത്. ആശാന്റെ വാത്സല്യ ശിഷ്യനായിരുന്നു കുര്യാച്ചൻ. ബാല്യത്തിൽ തന്നെ മഡ്ബഹായിലെ ശുശ്രൂഷയ്ക്ക് കൂടുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ചു. പാപ്പാടി വലിയ പള്ളിയിലെ വൈദികർ ആ ബാലന്റെ ആഗ്രഹം സസന്തോഷം നടത്തിക്കൊടുത്തു. ഒരിക്കൽ കുര്യാച്ചനും കൂട്ടുകാരും പശുക്കളുമായി പോകുമ്പോൾ പള്ളിമുറ്റത്ത് പശു ചാണകം വിട്ടു. അത് ശ്രദ്ധിക്കാതെ എല്ലാവരും നടന്നീങ്ങി. എന്നാൽ കുര്യാക്കോസ് തന്നെ 2 കൈകളും കൊണ്ട് ചാണകം വാരി അല്പം മാറിയുന്ന തെങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടേയിട്ടു. കടവിൻ പൗലോസ് മാർ അന്താനിയോസ് മെത്രാപ്പോളിത്ത പള്ളി അങ്കണത്തിൽ നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ ബാലനെ വിളിച്ച് കൈ കഴുകി വരാൻ ആവശ്യപ്പെട്ടു. പേര് വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്പനെ വിളിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. അപ്പൻ മെത്രാപ്പോളിത്തയുടെ അടുത്ത് വന്നപ്പോൾ മെത്രാപ്പോളിത്ത പറഞ്ഞു, ഈ മോൻ സാധാരണക്കാരനായ പയ്യനല്ല, ഇവന് അച്ഛൻ പട്ടം കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഇവന് ദൈവത്തിന് സമർപ്പിക്കണം. സാമ്പത്തികമായി വളരെ പരാധീനതയുള്ള പിതാവിന് ആ കൽപ്പന അനുസരിക്കാൻ സാധിച്ചില്ല. പിന്നീട് പേടമറ്റത്ത് വീട്ടിൽ പല അനിഷ്ട സംഭവങ്ങളും നടക്കുവാനിടയായി. തിരുമേനിയുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നാലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് കരുതി ചാക്കോച്ചൻ ഉടനെ തന്നെ തിരുമേനിയുടെ അടുത്ത് വന്ന് മോന് പട്ടം കൊടുക്കുവാൻ സമ്മതിച്ചു. പേടമറ്റത്ത് കുര്യാക്കോസ് കാലക്രമത്തിൽ കുര്യാക്കോസ് ചെമ്മാശൻ, കുര്യാക്കോസ് കത്തനാർ, കുര്യാക്കോസ് റഹ്മാൻ, കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോളിത്ത, പരിശുദ്ധനായ പാമ്പാടി തിരുമേനി തുടങ്ങിയ പേരുകളിൽ ജനഹൃദയങ്ങളിലേക്ക് കടന്നു വന്നു. നാനാജാതി മതസ്ഥരെ ഒറ്റ ജനതയെ കണ്ട് നാട്ടിലും നാട്ടാർക്കും വേണ്ടി യജ്ഞിച്ച പരിശുദ്ധനായ പാമ്പാടി തിരുമേനി മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെ പക്ഷിമൃഗാദികളോട് കരുണ കാണിച്ചു. കൊടുംവേനലിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദേശത്തിനായി പ്രാർത്ഥിച്ച മഴ പെയ്തപ്പോൾ തന്റെ മഹത്വമല്ല തമ്പുരാന്റെ കാരണം ഒന്ന് മാത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ നന്ദി അറിഞ്ഞ ഹൃദയത്തോട് സൂചിച്ച തിരുമേനി വസൂരി രോഗം, പാമ്പ് വെടിയേറ്റവർക്ക് സൗഖ്യം, ക്ഷയരോഗ്യ സൗഖ്യം, അപസ്മാരം പിടിച്ച കുഞ്ഞിന്റെ സൗഖ്യം, പിഞ്ചു കുഞ്ഞിന്റെ രോഗസൗഖ്യം, കുന്നംകുളം ഗ്രാമത്തിലുള്ള ഇൽച്ചേർ എന്ന രക്തസ്രാവക്കാരിയുടെ സൗഖ്യം, തിരുമേനിയുടെ പ്രാർത്ഥന സത്യാൽ സന്താന ഭാഗ്യം ലഭിച്ച കുടുംബത്തിനുണ്ടായ സന്തോഷം, മങ്ങാട്ടും ഗ്രിഗോറിയോസ് ചാപ്പലിന്റെ പുരയിടത്തിൽ കിണർ കുത്തി വെള്ളം കിട്ടാതിരുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ തിരുമേനി പറഞ്ഞെടുത്ത് കിണർ കുത്തി വെള്ളം കാണുകയും ചെയ്തു. മല്ലപ്പള്ളി ഗ്രാമപ്രദേശത്തുള്ള നെൽപ്പാടങ്ങളിൽ കീടബാധ മൂലം കൃഷി നശിച്ചു പോവുകയും അവിടെയുള്ള ജനങ്ങളുടെ സങ്കടം കണ്ട് കർഷകരോടൊപ്പം നെൽപ്പാടത്തേക്ക് നോക്കി സ്ലീബ ഉയർത്തി കുരിശടയാളം വരച്ചു. ബാധ നീങ്ങിപ്പോകും, നല്ല വെള്ളം ലഭിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാധ നിശേഷം നീങ്ങിയതായി നാം കാണുന്നു. ദേറാപ്പള്ളിയുടെ പണി നടക്കുന്ന മഴക്കാലത്ത് ജാതിമത ഭേദമന്യേ കല്ല് മുക്കുന്ന അവസരത്തിൽ മഴ വെയ്യുമോ എന്ന് സങ്കടപ്പെട്ടപ്പോൾ അന്ന് റമ്പാച്ചനായിരുന്ന തിരുമേനി മൗനമായി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നാളെ വെയിലുമില്ല മഴയുമില്ല, സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അനുയോജ്യമായ കാലാവസ്ഥയിൽ അവർക്ക് ജോലി ചെയ്യുവാൻ സാധിച്ചു. വീട്ടിൽ കഞ്ഞി വെക്കാൻ അരിയില്ലെന്നും കുട്ടികളെല്ലാം പട്ടിണിയില്ലെന്നും ഒരു സാധു സ്ത്രീ വന്ന് തിരുമേനിയുടെ അടുക്കൽ പറഞ്ഞപ്പോൾ അന്ന് അത്താഴത്തിനായി കരുതി വെച്ച അരി കൊടുക്കാൻ പറയുകയും ചെയ്ത തിരുമേനി, പാപങ്ങൾ കൊടുത്താൽ ദൈവം നമുക്ക് ഇരുട്ടേരും എന്ന് നമ്മെ പഠിപ്പിച്ച നമ്മുടെ തിരുമേനി പരിമള തിരുമേനിയുടെ അതേ നാമം സ്വീകരിച്ചുകൊണ്ട് ആ പുണ്യപിതാവിന്റെ അതേ ജീവിതമാർഗം പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് സഭയ്ക്കും സമൂഹത്തിനും വലിയ സേവനങ്ങൾ ചെയ്തു. അതിനുശേഷം 1965 ഏപ്രിൽ മാസം 5-ാം തീയതി അദ്ദേഹം ജനിച്ച അതേ ദിവസം തന്നെ പരിശുദ്ധ പിതാവ് ഈ ലോകത്ത് നിന്ന് യാത്രയായി. പൊത്തമുറങ്ങുന്ന ദുഃഖമഴനാഥം മുഴങ്ങിയ സമയത്ത് പരിശുദ്ധ പിതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാച്ച് നിശ്ചലമായി. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ. ഇടയന് ഇടവും വഴി നിശ്ചയം ഉണ്ടായിരിക്കേണ്ടതാണ്, എങ്കിലേ അജകൾക്ക് വഴിയെ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. പാമ്പാടി തിരുമേനിയുടെ ജീവിതം വരും തലമുറയ്ക്ക് അവകാശമുള്ളതാണ്. നല്ല ഇടയനായ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ പാതാരബിംബങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് ബലഹീനായ എന്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.